ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മുബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ കായപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ള കേട്ടോ. അപ്പം ഇത് കടയിൽ നിന്ന് കിട്ടുന്ന അത്ര വലുപ്പത്തിലല്ല ഉണ്ടാക്കുന്നത്, അതിൻ്റെ കുറച്ചൊരു സൈസ് കുറഞ്ഞിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആകെ രണ്ടര ശർക്കരയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം കഴുകാൻ, കാരണം ഈ ശർക്കര ഒരുപാട് വേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് നമുക്കത് ഉരുക്കാൻ വേണ്ടി വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് മൈസൂർ പഴം വേണം. അപ്പം എൻ്റെ കയ്യിൽ ചെറിയ പഴമായതുകൊണ്ട് തന്നെ ഞാനൊരു 7 എടുക്കുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എത്രയാണ് അളവ് അനുസരിച്ച് എടുക്കുക. അപ്പോൾ അതിതാ തൊലി കളഞ്ഞ് മിക്സിങ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഴമില്ലേ, അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, അതേപോലെ 1 ടേബിൾ സ്പൂണ് എള്ള്, 1 ടേബിൾ സ്പൂണ് ഏലക്കപ്പൊടി, ഇതിലേക്കൊരു നുള്ള് കാരപ്പൊടി, അതായത് സോഡാപ്പൊടി, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഞാനിവിടെ ഗോതമ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ആകുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാൻ 2 പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ 1 പ്രാവശ്യം ഒഴിച്ചു, ഇനി 1 പ്രാവശ്യം കൂടി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഏതിലാണ് ഉണ്ടാക്കുന്നത് ആ ചട്ടി വെച്ചതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനവിടെ സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അവിടെ ഞാൻ ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ തൊട്ട് കൊടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ചെറുതാക്കി ബോളുകളാക്കി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കളർ മാറി വരും. അപ്പോൾ എല്ലാ ഭാഗത്തും വേവത്തുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി നമ്മളെ കായപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഞാനിത് ഫുൾ ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അവിടെ ഏകദേശം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് അതിൻ്റെ ഉൾവശം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.